നമസ്കാരം, സ്കോർ അക്കാഡമിയിലേക്ക് സ്വാഗതം. നമുക്ക് എല്ലാവർക്കും അറിയാം 2025 കലണ്ടർ പ്രകാരം RRB ALPയുടെ നോട്ടിഫിക്കേഷൻ വരാൻ പോവുകയാണ്. ഇന്നോ നാളെയോ ആയിട്ട് നോട്ടിഫിക്കേഷൻ വരും. 10-ാം തീയതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ന് ഇതുവരെ വന്നിട്ടില്ല. സോ ഇന്നോ നാളെയോ നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഈ നോട്ടിഫിക്കേഷൻ വരുന്നതിന് മുന്നേ പല കുട്ടികൾക്കും പല ആളുകൾക്കും അറിയുന്നുണ്ടാവില്ല എന്താണ് ALP, എന്താണ് ALPയുടെ പ്രത്യേകതകൾ, എന്തുകൊണ്ട് ഈ തവണത്തെ ALP ഒരു സുവർണ അവസരമാകുന്നു നമുക്ക് നോക്കാം. നമുക്കറിയാം ബേസിക്കലി ALP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് ആണ് അല്ലെ. ലോക്കോ പൈലറ്റ് എന്ന് പറയുന്ന പോസ്റ്റില് അസിസ്റ്റന്റും ഉണ്ട്, സീനിയറും ഉണ്ട്. ഈ അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ന പോസ്റ്റിലേക്കാണ് നേരിട്ട് RRB വിളിക്കുന്നത് അല്ലെ. സോ ലോക്കോ പൈലറ്റ് എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് ആരുമല്ല, ട്രെയിനിന്റെ ഡ്രൈവറാണ്, ട്രെയിൻ ഓടിക്കുന്ന ആളാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. അതിൽ AC ട്രെയിൻ ഉണ്ടാവും, ഗുഡ്സ് ട്രെയിൻ ഉണ്ടാവും, പല തരത്തിലുള്ള ട്രെയിനുകളുണ്ട്. പല തരത്തിലുള്ള ട്രെയിനുകൾക്ക് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ് എന്ത് ചെയ്യുന്നു, അത് എന്താ പറയുന്നത്, അതിനെ ആ ട്രെയിനിനെ മാനേജ് ചെയ്യുക, ഓടിക്കുക, മുന്നോട്ട് കൊണ്ടുപോകുക, അങ്ങനത്തെ കാര്യങ്ങൾ. ഒരു ട്രെയിനിൽ 2 പൈലറ്റുമാരുണ്ടാവും, ഒരു സീനിയർ ലോക്കോ പൈലറ്റ്, ഒരു അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്, അങ്ങനെയൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. സോ ഈ തവണ 2025 അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റിന്റെ എക്സാം വരുമ്പോൾ എന്തൊക്കെയാണ് സവിശേഷതകൾ, എന്തുകൊണ്ട് ഇതൊരു സുവർണ അവസരമായിരിക്കും, എന്തുകൊണ്ട് ഇത് വിട്ട് കളയാൻ പാടില്ല, പ്രത്യേകിച്ച് ITI, BTech, ഡിപ്ലോമ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണമുള്ള ഒരു കുട്ടി എന്തുകൊണ്ട് ഇത് വിട്ട് കളഞ്ഞുകൂടാ, നമുക്ക് നോക്കാം. ഒന്നാമത്തെ കാരണം കോമ്പറ്റീഷൻ കുറവാണ്. മറ്റ് RRB പരീക്ഷകൾ വെച്ച് നോക്കുമ്പോൾ അത് RRB JEE ആയിക്കോട്ടെ, RRB NTPC ആയിക്കോട്ടെ, RRB ഗ്രൂപ്പ് D ആയിക്കോട്ടെ, ഇനി ടെക്നീഷ്യൻ ആയിക്കോട്ടെ, ഏത് RRB പരീക്ഷ വെച്ച് നോക്കുമ്പോഴും, ഏത് SSC പരീക്ഷ വെച്ച് നോക്കുമ്പോഴും, CHSL ആയിക്കോട്ടെ, CGL ആയിക്കോട്ടെ, MTS ആയിക്കോട്ടെ, കോമ്പറ്റീഷൻ ALP കുറവാണ്. എന്തുകൊണ്ടാണ് കോമ്പറ്റീഷൻ കുറവാവുന്നത്? ഞാൻ വെറുതെ തള്ളുന്നതാണോ? അല്ല, 2 കാരണങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, ടെക്നിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉള്ള ആൾക്കാർക്ക് മാത്രമേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. ITI, ഡിപ്ലോമ, BTech, ഈ 3-ൽ ഒന്നുണ്ടെങ്കിൽ മാത്രമല്ലേ അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അതെ, പിള്ളേരുടെ എണ്ണം കുറഞ്ഞു. രണ്ടാമത്തെ കാരണം എന്താ? മെഡിക്കൽ ഫിറ്റ്നസ് അല്ലെങ്കിൽ മെഡിക്കൽ സ്റ്റാൻഡേർഡ്. നിങ്ങൾക്കറിയാം RRBക്ക് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഒരു വലിയ കൺസേൺ ആണ്, SSC പോലെ അല്ല. സോ മെഡിക്കൽ സ്റ്റാൻഡേർഡിന്റെ കാര്യത്തിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന പോസ്റ്റാണ് അസിസ്റ്റന്റ് ലോക്കോ പൈലറ്റ്. അതായത് A1 എന്ന് വിളിക്കുന്ന ഏറ്റവും ടോപ്പ് മെഡിക്കൽ സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാർക്ക് മാത്രമേ ജോലി കിട്ടുള്ളൂ. സോ ലാസിക് ചെയ്ത ആൾക്കാർ, ലേസർ സർജറി കണ്ണിൽ ചെയ്ത ആൾക്കാർക്ക് പറ്റില്ല, കണ്ണട വയ്ക്കുന്നവർക്ക് പറ്റില്ല, ബാക്കി ആരോഗ്യ പ്രശ്നങ്ങളുള്ളവർക്ക് ഒന്നും പറ്റില്ല, PWD പേഴ്സൺ വിത്ത് ബെഞ്ച് മാർക്ക് ഡിസബിലിറ്റി ഉള്ള ആൾക്കാർക്കും പറ്റില്ല. സോ RRBയുടെ കണ്ണിൽ A1 ലെവൽ ഓഫ് മെഡിക്കൽ ഫിറ്റ്നസ് ഉള്ള ആൾക്കാർക്കേ പറ്റുള്ളൂ. സോ നിങ്ങൾ A1 ലെവലിലുള്ള മെഡിക്കൽ ഫിറ്റ്നസ് ഉള്ള ആളാണെങ്കിൽ, അതോടുകൂടി നിങ്ങൾ ITI, ഡിപ്ലോമ, BTech ഉള്ള ആളാണെങ്കിൽ നിങ്ങൾക്ക് ഇത് സുവർണ അവസരം തന്നെയാണ്. ഇതൊരു സ്പെഷ്യൽ പരീക്ഷയാണ്, അത്യാവശ്യം ഒഴിവുകളുള്ള ഒരു സ്പെഷ്യൽ പരീക്ഷയാണിത്, ഓർത്തു വയ്ക്കുക. സോ നിങ്ങൾ എന്തായാലും അറിയണം, കോമ്പറ്റീഷൻ വളരെ കുറവാണ്, ജോലിയിലേക്ക് എത്താം. അത് മാത്രമാണ് പ്രത്യേകത. അല്ല, കോമ്പറ്റീഷൻ കുറവാണെന്നുള്ളത് മാത്രമല്ല പ്രത്യേകത. ഏതാണ് അടുത്ത പ്രത്യേകത? ടെക്നിക്കൽ പരീക്ഷയാണെങ്കിലും, ITI, ഡിപ്ലോമ, BTech ഉള്ള കുട്ടികൾ എഴുതുന്ന ടെക്നിക്കൽ പരീക്ഷയാണെങ്കിലും ഈ പരീക്ഷയിൽ 2 സ്റ്റേജാണ്, CBT 1, CBT 2. അതിൽ CBT 2-ല് ഒരു ക്വാളിഫയിങ് പേപ്പർ മാത്രമാണ് ടെക്നിക്കൽ. അതായത് ചുരുക്കി പറഞ്ഞാൽ ടെക്നിക്കലിൽ വലിയ വിവരമില്ലെങ്കിലും ഇത് എഴുതാം. ടെക്നിക്കൽ അറിയുന്ന ഭയങ്കര ബുദ്ധിയുള്ള ആൾക്കാർ, ഫോർ എക്സാമ്പിൾ RRB JEE അല്ലെങ്കിൽ കേരള PSC ടെക്നിക്കൽ പരീക്ഷകൾ, ഇതുപോലെ ടെക്നിക്കലിൽ വളരെ ആഴത്തിലുള്ള ജ്ഞാനമുള്ള ആൾക്കാർക്ക് മാത്രമല്ല ഈ പരീക്ഷ എഴുതാൻ പറ്റുന്നത്. ആകെ ഒരു 75 മാർക്കിന്റെ ഒരു പേപ്പറാണുള്ളത് CBT 2-ൽ. അതിന്റെ 3-ൽ1 കിട്ടിയാൽ മതി ക്വാളിഫൈ ചെയ്യാൻ. അതായത് 75 മാർക്കിൽ 26 മാർക്ക് കിട്ടിയാൽ മതി ക്വാളിഫൈ ആവാൻ. അതും ക്വാളിഫൈ ആവാനാണ്, അത് മെറിറ്റിൽ എടുക്കുന്നില്ല, അത് വെച്ചിട്ട് ലിസ്റ്റിലേക്ക് പോകുന്നൊന്നുമില്ല, ജസ്റ്റ് ഒന്ന് ക്വാളിഫൈ ആവാം, അത്ര മാത്രമേ പർപ്പസ് ഉള്ളൂ. സോ ടെക്നിക്കൽ പേപ്പർ എന്നാണ്, ക്വാളിഫയിങ് ഇൻ നേച്ചർ ആണ് രണ്ടാമത്തെ സവിശേഷത. സോ ITI കാരനാണെങ്കിലും നിങ്ങൾ ടെക്നിക്കൽ കാര്യം മറന്നുപോയെങ്കിൽ പേടിക്കണ്ട. ഇത് ഒരു ടെക്നിക്കൽ പരീക്ഷയാണെങ്കിലും ടെക്നിക്കൽ സ്വഭാവം വളരെ കുറവാണ്, ജനറൽ ആയിട്ടുള്ള ഒരു പരീക്ഷയാണ്. മൂന്നാമത്തെ പ്രത്യേകത എന്താ? ഇപ്പോ NTPC, ഗ്രൂപ്പ് D, JEE പഠിക്കുന്ന കുട്ടികൾക്ക് ഇതൊരു വമ്പൻ ഓപ്പർച്യൂണിറ്റിയാണ്. കാര്യം എന്താ? ടയർ 2 വെറുതെ പോയി എഴുതിയ ക്വാളിഫൈ ആവും അല്ലെ. NTPCയിൽ അത്രയും കടുപ്പമുള്ള ചോദ്യങ്ങളാണോ? അല്ല. ഗ്രൂപ്പ് ഡിയുടെ അത്രയും കടുപ്പമുള്ള ചോദ്യമാണോ? അതുമല്ല. ഇനി JEEയുടെ അത്രയും കടുപ്പമുള്ള ടെക്നിക്കൽ ഉണ്ടോ? അതും ഇല്ല. സോ അങ്ങനെ നോക്കുമ്പോഴും ബെസ്റ്റ് ഓപ്പർച്യൂണിറ്റിയാണ്. കടുപ്പത്തിന്റെ കാര്യത്തിൽ, ഡിഫിക്കൽട്ടി ലെവലിന്റെ കാര്യത്തിൽ ALP ഇവരെല്ലാം താഴെയാണ്.
ടെക്നിക്കലിന്റെ കടുപ്പത്തിന്റെ കാര്യത്തിൽ ജെയുടെ താഴെയാണ്, നോൺ ടെക്നിക്കലിന്റെ കടുപ്പത്തിന്റെ കാര്യത്തിൽ NTPCയുടെയും ഗ്രൂപ്പ് ഡിയുടെയും താഴെയാണ്. സോ നിലവിലെ NTPCയോ ഗ്രൂപ്പ് ഡിയോ ജെഇഒ CGLO CHSലോ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഇതൊരു വമ്പൻ അവസരമാണ്, ഒരിക്കലും കളയരുത്. അതായത് ഇത് അപ്ലൈ ചെയ്യുന്ന ITIയോ ഡിപ്ലോമയോ ഉള്ള A1 മെഡിക്കൽ സ്റ്റാൻഡുള്ള കുട്ടികൾക്ക് ഇതിനപ്പുറം ഒരു അവസരം ഈ കൊല്ലം ഇനി വരാനില്ല എന്നുള്ളതാണ് ചുരുക്കം. ഓക്കെ, അടുത്ത കാരണം കട്ട് ഓഫ്. ഇനി RRB പരീക്ഷയായാലും SSC പരീക്ഷയായാലും എന്തിന് കേരള PSC പരീക്ഷകളുടെ ലെവൽ വെച്ച് നോക്കുമ്പോഴും കട്ട് ഓഫ് വളരെ കുറവാണ്. എന്തുകൊണ്ടാ കുറവ്? നിങ്ങൾക്കറിയാം, ITI കാരനായിരിക്കണം, അല്ലെങ്കിൽ ITI ഡിപ്ലോമ BTech ഉള്ള ഒരാളായിരിക്കണം, പ്ലസ് അയാൾക്ക് എന്ത് വേണം, A1 ക്വാളിഫിക്കേഷൻ വേണം. മനസ്സിലായോ? ഇത് രണ്ടുമുള്ള ആൾക്കാർ മാത്രം എഴുതുന്ന പരീക്ഷയില്, അതായത് പരീക്ഷ എഴുതുന്നതിൽ ഒട്ടുമിക്ക ആൾക്കാരും എന്താ ഡിസ്ക്വാളിഫൈ ആവുന്ന പരീക്ഷയില് കട്ട് ഓഫ് കുറയില്ലേ? ഒഴിവുകളും അത്യാവശ്യമുണ്ട്, അത്ര മോശം ഒഴിവുകളൊന്നും അല്ല. ഓക്കെ, കഴിഞ്ഞ വട്ടം 10,000-ന് മുകളിൽ ഒഴിവുകളുണ്ടായി. സോ അത്ര മോശം ഒഴിവുകളൊന്നും അല്ല, ഒഴിവുകളും ഉണ്ട്. അങ്ങനെയുള്ള പരീക്ഷയിൽ കട്ട് ഓഫ് എന്തായാലും താഴെ പോകും. ഫോർ എക്സാമ്പിൾ, ട്രിവാൻഡ്രത്തിന്റെയും ചെന്നൈന്റെയും കട്ട് ഓഫ് 50-ന് താഴെയായിരുന്നു. 50 മാർക്കിന് താഴെയായിരുന്നു കട്ട് ഓഫ് എന്തിലുണ്ടായിരുന്നത്? RRB ALPക്ക് ഉണ്ടായിരുന്നത്. സോ 50 മാർക്കിന് താഴെ കട്ട് ഓഫ് പോകുന്ന വേറെ പരീക്ഷകൾ RRBക്ക് ശരിക്കും പറഞ്ഞാൽ ഇല്ല. ഏത് നോർമലൈസേഷൻ എല്ലാം കഴിഞ്ഞിട്ടാ. സോ നിങ്ങൾ ആലോചിച്ച് നോക്കുക, കട്ട് ഓഫും കുറവാണ്. അതുകൊണ്ട് തീർന്നില്ല. ഇനിയാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടാൻ പോകുന്ന ഒരു സവിശേഷത, സാലറി. RRB JEE പോലുള്ള പരീക്ഷയ്ക്കോ അല്ലെങ്കിൽ NTPC പോലെയുള്ള ഒരാൾക്കോ അല്ലെങ്കിൽ ALPയുടെ മുകളിലെ തസ്തികയിൽ നിൽക്കുന്ന ആൾക്കാരുടെ ശമ്പളം നമുക്ക് ALPയിൽ കിട്ടുന്നുണ്ടാവും. എന്താ കാരണം എന്നല്ലേ? ALP നിങ്ങൾക്ക് അറിയാം, ALP കഴിഞ്ഞ് ടെക്നീഷ്യൻ കഴിഞ്ഞിട്ടാണ് JEE വരുന്നത്. JEEയും NTPC ഒക്കെ ഏതാണ് ഒരേ ലെവലാ. അപ്പൊ എന്തുകൊണ്ടായിരിക്കും ALPക്ക് ഇത്ര ശമ്പളം കിട്ടാൻ കാരണം? നിങ്ങളിപ്പോ നോട്ടിഫിക്കേഷൻ നോക്കി കഴിഞ്ഞാൽ ഏകദേശം 20,000 രൂപയുടെ അടുത്ത ശമ്പളം കാണുള്ളൂ. അതിനകത്ത് 20,000 രൂപയെ ശമ്പളം ചെയ്തിട്ടുണ്ടാവുള്ളൂ. പക്ഷേ മൊത്തം കൂട്ടി വരുമ്പോൾ അലവൻസസ് വളരെ കൂടുതൽ ALPക്ക്. അതുകൊണ്ട് ഏകദേശം 50,000-ന് അടുത്ത് നിങ്ങൾക്ക് സാലറി കിട്ടുന്നുണ്ടാവും. എങ്ങനെയാണെന്നല്ലേ? ഇത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ സാലറി സർട്ടിഫിക്കറ്റ് ആണ്. അതിനകത്ത് എന്തൊക്കെ കിട്ടാ? ബേസിക് പേ 20,000-ന് അടുത്തുണ്ട്. അതായത് ഏകദേശം 19,000-ന് മുകളിലോട്ട് പിന്നെ കൂടി വരും. നിങ്ങൾ കൂട്ടിക്കോ, ഒരു 20,000-ന്റെ ചോടെ എന്തുണ്ട്? ബേസിക് പേ ഉണ്ട്. ഇനി ഇവിടെ ഒരു സാധനം കണ്ടോ, കിലോമീറ്ററേജ് അലവൻസ്. എന്താണ് കിലോമീറ്ററേജ് അലവൻസ്? റണ്ണിങ് കിലോമീറ്ററിന് അനുസരിച്ച് അലവൻസ് കിട്ടുന്നുണ്ടാവും. ഏകദേശം 16,000 രൂപ കിലോമീറ്ററേജ് അലവൻസ് ഉണ്ട്. സോ 36,000 രൂപയോളം കിലോമീറ്ററേജ് അലവൻസും ബേസിക് പേയും മാത്രമായി അല്ലേ? അപ്പൊ തന്നെ ഗ്രൂപ്പ് ഡിയുടെ ശമ്പളത്തിന് മോളിൽ പോയി. ഓക്കെ, പിന്നെ എന്താ ഉണ്ടാവുക? പിന്നെ ഡിയർനെസ് അലവൻസ് ഉണ്ടാവും, ഹൗസ് റെന്റ് അലവൻസ് ഉണ്ടാവും. ഏകദേശം 9,000-ന് അടുത്തുണ്ട്. സോ എത്രയായി? 36,000 9,000 45,000 രൂപ അപ്പൊ തന്നെ. പിന്നെ അല്ലറ ചില്ലറ കുറെ അലവൻസസ് ഉണ്ട്. ഏകദേശം 50,000 രൂപയുടെ അടുത്ത് ശമ്പളം കിട്ടുന്ന ഒരു ജോലിയാണ് ALP. ഓക്കെ, സോ ഇത്രയും 5 പ്രത്യേകതകളുണ്ട്, 5 സവിശേഷതകളുണ്ട്, സാലറി ഉണ്ട്, നമുക്കൊരു ഗവൺമെന്റ് ജോലിയുടെ എല്ലാ ഭദ്രതയും ഉണ്ട്. സോ ഇങ്ങനൊരു അവസരം കളയാൻ പാടുണ്ടോ? പാടില്ല. നമ്മൾ ഈ നല്ല സമയത്ത്, നമുക്ക് പരീക്ഷയ്ക്ക് പഠിക്കാൻ പറ്റുന്ന സമയത്ത്, നമ്മൾ ഫ്രീ ആയിട്ടിരിക്കുന്ന സമയത്ത് കുറച്ച് ദിവസങ്ങൾ ഈ ALPക്ക് വേണ്ടി മാറ്റി വെച്ച് കഴിഞ്ഞാൽ ബാക്കി പരീക്ഷകൾ പോലെയല്ല, ജോലി കിട്ടാനുള്ള സാധ്യത വളരെ ഏറെയാണ്. ഇത് മനസ്സിലാക്കുക. നിങ്ങൾ സ്കോറിനൊപ്പം കൂടിക്കോളൂ. സ്കോർ എന്ത് ചെയ്യുന്നുണ്ട്? RRB ALPക്ക് വേണ്ടിയിട്ടുള്ള കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിൽ CBT 1 മാത്രം തൽക്കാലം പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ നിങ്ങൾക്ക് അതിനുള്ള കോഴ്സ് ഉണ്ടാവും. CBT 2 CBT 1 കോംപ്രിഹെൻസീവ് ആയിട്ട് പഠിക്കണം, എനിക്ക് ഈ പരീക്ഷ ജയിക്കണം എന്ന് വിചാരിക്കുന്ന കുട്ടികൾക്ക് അതിനുള്ള കോഴ്സും ഉണ്ടാവും. ഇനി അതല്ല, എനിക്ക് ടെക്നിക്കൽ പഠിച്ചാൽ മതി, എനിക്ക് ട്രേഡിന്റെ കാര്യങ്ങൾ നോക്കിയാൽ മതി എന്നുള്ളവർക്ക് അതിന്റെ പ്രത്യേക കോഴ്സും ഉണ്ടാവും. സോ ഈ 3 കോഴ്സിന്റെ വെർഷൻസ് ആയിട്ട് നമ്മൾ കോഴ്സുകൾ ഇറക്കുന്നുണ്ടാവും. നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാം. നോട്ടിഫിക്കേഷൻ വരുന്ന ഉടനെ തന്നെ നമ്മുടെ കോഴ്സ് ലോഞ്ച് ചെയ്യുന്നുണ്ടാവും. നിങ്ങൾ ഓഫീസിലേക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യുക, കോഴ്സിന്റെ ഭാഗമാവുക. നമുക്ക് ഈ തവണ ALP പരീക്ഷ വിജയിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകാം. എല്ലാവർക്കും എൻ്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.